കണക്കില്ലാത്ത കഥകൾ നാട്ടിൽ പലരും ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അമ്മാതിരി ഒരുപാട് കഥകൾ INTUC നേതാവ് ആർ ചന്ദ്രശേഖരനും പറയാനുണ്ട്. ഈ കഥ ഒരുപക്ഷെ പിണറായി പറഞ്ഞ കഥയേക്കാൾ UDF നേതാക്കൾക്ക് വേദന ഉണ്ടാക്കും. ചന്ദ്രശേഖരനെ കരിങ്കൊടി കാട്ടുന്നത് സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെയാണ്, ആവശ്യത്തിന് പരിഗണന പോലും കൊടുക്കാതെ. അങ്ങനെ ഒടുവിൽ ചന്ദ്രശേഖരൻ ആഞ്ഞടിക്കാൻ തീരുമാനിച്ചു. സ്വന്തം നേതാക്കളുടെ താൻ പോരിമയും ധാർഷ്ട്യവും നേരിടാൻ ചന്ദ്രശേഖരൻ സ്വയം പാർട്ടിയായി മാറി. പ്രവർത്തനങ്ങളും തുടങ്ങി. ഞാൻ ഉള്ളിടത്തോളം കാലം ഈ പാർട്ടിക്കകത്ത് വേറെ ആരെയും ഞാൻ കടത്തുകയില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള നേതാക്കന്മാർക്ക് ഇതിനകത്ത് ആളുകൾ കൂടിയാൽ വലിയ വിഷമമുണ്ടാകും. 10 പേര് കൂടിയാൽ 10 അഭിപ്രായം വരുമ്പോൾ ആ 10 അഭിപ്രായത്തിൽ 6 പേരുടെ അഭിപ്രായത്തിന് തീരുമാനമെടുക്കാനുള്ള ജനാധിപത്യ മര്യാദ ഈ പാർട്ടിക്കകത്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ പ്രയാസപ്പെടുന്നതൊക്കെ. എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. പാർട്ടി നന്നാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പാർട്ടി നന്നാവണമെങ്കിൽ എന്ത് വേണമെന്നാണ്? പാർട്ടിക്ക് സമ്പൂർണമായ ജനാധിപത്യം വേണം. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. സമ്പൂർണമായ ജനാധിപത്യം വേണമെങ്കിൽ പാർട്ടിക്ക് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നത് പോലെ പാർട്ടിക്ക് കൃത്യമായ മെമ്പർഷിപ്പ് കൊടുക്കണം. ശിവനെ, ഇത് ഏത് ജില്ല? ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കാലണ മെമ്പർഷിപ്പിൽ തുടങ്ങിയതാണ്. ഒരു ചെറിയ തുണ്ട് പേപ്പർ, നാലെണ്ണ മെമ്പർഷിപ്പ്, 1/4 രൂപ മെമ്പർഷിപ്പിൽ തുടങ്ങിയതാണ്. ഒരു തുണ്ട് പേപ്പർ, ഒരു കുഞ്ഞ് കടലാസ് കിട്ടും. ഒരു മെമ്പർഷിപ്പ് എടുത്താൽ അത് പൂരിപ്പിക്കണമെങ്കിൽ ഭൂതക്കണ്ണാടി വെച്ച് പൂരിപ്പിക്കണം. ആരാണത് പ്രിന്റ് ചെയ്ത് എനിക്കറിഞ്ഞുകൂടാ. അന്നത്തെ ആ മെമ്പർഷിപ്പ് പൂരിപ്പിച്ച് വീടുകൾ കയറിയിറങ്ങി 25 ആളുകളെ പാർട്ടിയിൽ ചേർക്കുമ്പോൾ ഒരു എഫക്റ്റീവ് മെമ്പർഷിപ്പ് കിട്ടും. ആ എഫക്റ്റീവ് മെമ്പർഷിപ്പ് ഉള്ള ആളിനെ ബൂത്ത് പ്രസിഡന്റോ വാർഡ് പ്രസിഡന്റോ പാർട്ടി ഭാരവാഹിയോ ആകാനുള്ള യോഗ്യത നേടാൻ കഴിയൂല്ലേ? അപ്പോൾ ശരിയല്ലേ? അങ്ങനെ ഉണ്ടായിരുന്ന നമ്മുടെ പാർട്ടിയിൽ പലപ്പോഴും വാർഡുകളിലും ബൂത്തുകളിലും DCCയിലേക്കും ബ്ലോക്ക് കമ്മിറ്റിയിലേക്കും ഒക്കെ മത്സരിച്ച് ജയിക്കാൻ അവസരം കിട്ടിയ ഒരു സാധാരണക്കാരനാണ് ഞാൻ. ഇന്ന് അത് വല്ലതും നടക്കുന്നുണ്ടോ? ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? ഇന്ന് ഈ മെമ്പർഷിപ്പ് കൊടുക്കാൻ ആരുണ്ട്? മെമ്പർഷിപ്പ് കൊടുക്കാൻ പോലും ആളില്ലാത്ത ഈ പാർട്ടിക്കകത്ത് പാർട്ടി പറയുന്നത് പോലെ പോയാ മതി എന്ന് INTUCയോട് പറഞ്ഞാൽ അത് മനസ്സില്ല എന്ന് തീരുമാനിക്കാൻ ഈ കേരളത്തിലെ 16 ലക്ഷം തൊഴിലാളികളെ സാക്ഷി നിർത്തി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. വൃത്തിയായിട്ടവൻ ഉമ്മ വെച്ചിരിക്കുന്ന ചെവിയും കെട്ടൂടെ കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് ഏത് ജില്ല? ഇത് തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. ശിവനെ, അവിടെ നമ്മുടെ പാർട്ടിയുടെ ആളുകളുടെ ഔദാര്യം പറ്റാൻ വേണ്ടി, അവരുടെ അനുവാദം വാങ്ങാൻ വേണ്ടി നിൽക്കാൻ നമുക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണ് മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ കൺമുമ്പിൽ തകർന്നടിയുമ്പോൾ ആ പ്രസ്ഥാനത്തെ ഈ രാജ്യത്ത് മൂവർണ്ണ കൊടി കൊണ്ട് താങ്ങിയെടുത്ത് ആ പ്രസ്ഥാനത്തെ രാജ്യത്ത് അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള കഠിനമായ പ്രയത്നത്തിലാണ് INTUC പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. കഴിഞ്ഞ ദിവസം ഒരു സമുന്നതനായ നേതാവ് വേറൊരു സമുന്നതനായ നേതാവിനോട് പറഞ്ഞു, INTUC എന്തുവായി കാണിക്കുന്നത്? അവരിങ്ങനെ മണ്ഡലം കമ്മിറ്റികൾ ഉണ്ടാക്കുന്നു, അവർ വാർഡുകളിൽ നിന്ന് 5 പേരെ വീതം തെരഞ്ഞെടുക്കുന്നു. ഇത് പാർട്ടിക്ക് ദോഷമാണ്. ഇനി നീ എങ്ങാനും ഇതൊരു ജഗതി ശ്രീകുമാർ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഇതെന്നെ ഉദ്ദേശിച്ച് മാത്രമാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് ജഗതി ശ്രീകുമാർ ഒരു സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ SI ആയിരിക്കുമ്പോൾ അദ്ദേഹം, പടത്തിന്റെ പേര് CID മൂസ എന്ന് പറഞ്ഞ ഒരു പടത്തിനകത്ത് പറയുന്നത് പോലെ നമ്മുടെ ചില നേതാക്കന്മാർക്ക് ഇത് കാണുമ്പോഴേ വിരളി പിടിക്കുകയാണ്. മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല, ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. ഉള്ള കിടപ്പാടം തകർത്തതിനേക്കായി ഭേദം ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നു. കാരണം ആരും ഈ പാർട്ടിയിൽ ഉണ്ടാകരുത്, ഞാൻ മാത്രമേ മതി എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊരു ഭീഷണിയാണ് എന്ന് തോന്നിപ്പോയാൽ അത് അവർക്ക് ദൈവം സഹായിക്കട്ടെ എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. നിനക്കൊക്കെ എന്നെ ശരിക്കും അറിയാൻ പാടില്ല. എടാ, നീയൊക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടാ? ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്താടാ അണ്ണാ, ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവ് എന്റെ വക. കൊണ്ടുവന്നു പറ. നിയമസഭയിൽ ചെന്നിത്തലയ്ക്ക് നല്ല പഞ്ച് കിട്ടിയിട്ടുണ്ട്. പുറത്ത് സുധീരനും, അതായത് സ്വാശ്രയ സമരമൊക്കെ ഉയർത്തിപ്പിടിച്ച് ഒന്ന് ഉഷാറായി വന്നു എന്ന്. അപ്പോഴേക്കും ചന്ദ്രശേഖരനെ പോലെ ഓരോ ആളുകൾ വന്നാൽ സുധീരനും ചെന്നിത്തലയും ഒക്കെ എന്തു ചെയ്യും? പിണറായി ഈ പോക്കാണെങ്കിൽ സർക്കാർ വീണാലും സ്വാശ്രയ സമരം അവസാനിപ്പിക്കാനും തയ്യാറാകില്ല. അതെങ്ങനെ പരിഹരിക്കുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസിന്റെ നേതാക്കൾ. അതിനിടെയാണ് ഇങ്ങനെ ഓരോരുത്തർ ഇറങ്ങുന്നത്. അവസാനമായി പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി.
ഭരണത്തിനും സമരത്തിനുമിടയിൽ ദുഃഖിതനായി സ്പീക്കർ. പ്രതിപക്ഷ നേതാവിനായി വേണ്ടിവന്നാൽ കസേര തന്നെ ഒഴിഞ്ഞുകൊടുക്കുമെന്ന് വാഗ്ദാനം. സ്പീക്കറേക്കാൾ വലിയ സ്പീക്കറാകാൻ തനിക്ക് കഴിയുമെന്ന് രമേശ് ചെന്നിത്തല. മന്ത്രി സംസാരിക്കുന്നു. ഇവിടെ മനുഷ്യൻ ചോദ്യം ചെയ്യുന്നതും വിമർശിക്കുന്നതും ആശാസ്യകരമല്ല എന്നുകൂടി ബഹുമാനായ പ്രതിപക്ഷ നേതാവിനെ ഞാൻ അറിയിക്കുന്നു. എന്റെ അവകാശത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. പിണറായിയെ അനുകരിച്ച് കരിങ്കൊടി അനുഭവങ്ങളുമായി ഉമ്മൻചാണ്ടി. എൻ്റെ ഒരു അനുഭവമുണ്ട്. 1992 ഞാനും രാജപ്പിനും കൂടി ഷർട്ട് എടുക്കാൻ പോയി. ഷർട്ടിന് വില അറിയോ? 300 രൂപ 90 പൈസ. അന്ന് ഇത്തിരി ധൃതി ഉള്ളതുകൊണ്ട് ഇട്ട് നോക്കാൻ പറ്റിയില്ല. വീട്ടിൽ ചെന്നിട്ട് നോക്കിയപ്പോ ഭയങ്കര ഇറക്കം. ഇറക്കത്തിന് ഞാൻ സാധാരണ ന്യൂട്രലിൽ പോകാറല്ലോ. ഞാൻ നോക്കുമ്പോഴോ എന്റെ ഓപ്പോസിറ്റ് ലോറി ചീറി പാഞ്ഞു വരുന്നു. തിരിഞ്ഞു നോക്കുമ്പോഴോ ഒരു ബസ്. ഞാൻ അതിനൊന്നും കാത്തു നിൽക്കാതെ കാറിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ അങ്ങോട്ട് പോവുകയും ചെയ്തു. അസംബ്ലിയിലോട്ട് പോവുകയും ചെയ്തു. നമ്മൾ യാത്ര ചെയ്യണേ കാറിൽ യാത്ര ചെയ്യണം. ഇന്ത്യയിലൊക്കെ ഇപ്പൊ എത്ര തരം കാറുകളുള്ളത്? ഇന്ത്യയിലൊരു കാറുണ്ട് കമലഹാസന്റെ. എന്താ പെർഫോമൻസ്! നാടാകെ കരിങ്കൊടി കഥകളുമായി നേതാക്കളുടെ സഞ്ചാരം. നിരാഹാര സമരം അവസാനിപ്പിക്കാൻ വഴി കാട്ടണമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. ഹൈബി ഈഡനൊപ്പം സമരത്തിന് കുടുംബവും എത്തി. വേണ്ടിവന്നാൽ കൂടുതൽ കുടുംബങ്ങളെ എത്തിക്കുമെന്ന് രമേശ് ചെന്നിത്തല. സമരത്തിനിടെ കോൺഗ്രസിന് തൊഴിലാളി സംഘടന വക ഇരുട്ടടി. സ്ഥാനം കിട്ടിയില്ലെങ്കിൽ നേതാക്കളെ കൈകാര്യം ചെയ്യാൻ ആർ ചന്ദ്രശേഖരൻ രംഗത്ത്. നേതാക്കന്മാർക്ക് ഇതിനകത്ത് ആളുകൾ കൂടിയാൽ വലിയ വിഷമമുണ്ടാകും. പാർട്ടിക്ക് സമ്പൂർണമായ ജനാധിപത്യം വേണം. എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. കാരണം ആരും ഈ പാർട്ടിയിൽ ഉണ്ടാകരുത്, ഞാൻ മാത്രമേ മതി എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിനക്കൊക്കെ എന്നെ ശരിക്കും അറിയാൻ പാടില്ല. എടാ നീയൊക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്താടാ അണ്ണ ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവ് എന്റെ വക. കൊണ്ടുവന്നു പറ. കടുത്ത യുദ്ധം വന്ന് ആക്രമണത്തിൽ ഒലിച്ചുപോയില്ലെങ്കിൽ നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.